നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. മാള കുഴൂരിൽ ലൈംഗികാതിക്രമം എതിർത്ത കുട്ടിയെ കൊലപ്പെടുത്തിയ 20 വയസ്സുകാരനെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കൊടകരയിൽ ഒറ്റയാൾ സമരം നടത്തിയത് ശ്രദ്ധേയമായി. ശുചിത്വ സാഗരം സുന്ദര തീരം പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞം തുടങ്ങി. ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടോർ ഡ്രൈവേഴ്സ് യൂണിയൻ CITU കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ക്യാമ്പും അംഗത്വ വിതരണവും നടത്തി. അതിരപ്പള്ളി പിള്ളപ്പാറയിൽ കാട്ടാന ഓട്ടോറിക്ഷ തകർത്തു. വിശദമായ വാർത്തകളിലേക്ക്. മാള കുഴൂരിൽ ലൈംഗികാതിക്രമം എതിർത്ത കുട്ടിയെ കൊലപ്പെടുത്തിയ 20 വയസ്സുകാരനെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പ്രതിയെ ആക്രമിക്കാൻ ശ്രമിച്ച നാട്ടുകാരെ പോലീസ് തടഞ്ഞു. പോലീസും നാട്ടുകാരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. സ്വർണ്ണപ്പള്ളം മഞ്ഞളി അജീഷിന്റെ മകൻ എയ്ബലാണ് ഇന്നലെ ദാരുണമായി കൊല ചെയ്യപ്പെട്ടത്. സംഭവത്തിൽ കുഴൂർ കൈതാരത്ത് ജോജോയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. നാട്ടുകാർ രോഷാകുലരായ സാഹചര്യത്തിൽ ജോജോയെ പോലീസിന്റെ വൻ സുരക്ഷാ സന്നാഹത്തോടെയാണ് സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. ലൈംഗിക അതിക്രമം എതിർത്ത കുട്ടിയെ വീടിനു സമീപത്തെ ചെളി നിറഞ്ഞ കുളത്തിൽ ചവിട്ടിത്താഴ്ത്തുകയായിരുന്നുവെന്നാണ് ജോജോ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് മുതൽ കുട്ടിയെ കാണാതായതിനെ തുടർന്ന് പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ നടത്തിയ തിരച്ചിലിൽ വീടിനടുത്തുള്ള കുളത്തിൽ രാത്രി 9:30 കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തിരച്ചിലിൽ ജോജോയും ഒപ്പമുണ്ടായിരുന്നു. എങ്കിലും നാട്ടുകാർക്ക് ഇയാളുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നുകയും വിവരം പോലീസിൽ അറിയിക്കുകയും ചെയ്തു. വിശദമായ പരിശോധനയിൽ ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് താനാണ് കൊല ചെയ്തതെന്ന് സമ്മതിച്ചത്. വൈകിട്ട് 6 മണിക്ക് ശേഷം കൂട്ടുകാർക്കൊപ്പം കളിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞാണ് എയ്ബൽ വീട്ടിൽ നിന്നിറങ്ങിയത്. ഏറെ നേരം വൈകിട്ടും കുട്ടിയെ കാണാതായതോടെ വീട്ടുകാർ പോലീസിൽ വിവരമറിയിച്ചു. കളി കഴിഞ്ഞ് എയ്ബൽ നേരത്തെ വീട്ടിലേക്ക് മടങ്ങിയെന്നായിരുന്നു കൂടെ കളിച്ചിരുന്ന മറ്റു കുട്ടികൾ പോലീസിന് നൽകിയ മൊഴി. CCTVയിൽ എയ്ബൽ പ്രതി ജോജോയുമായി റോഡിൽ ഓടിക്കളിക്കുന്നതായുള്ള ദൃശ്യം പോലീസിന് ലഭിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കൈതാരത്ത് ജോജോയെ അറസ്റ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഇയാൾ നിരവധി കേസുകളിലെ പ്രതിയാണ്. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ പോലീസിന്റെ സുരക്ഷാ വലയത്തിൽ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. തെക്കൻ താണിശ്ശേരി സെന്റ് സേവിയേഴ്സ് സ്കൂളിലെ UKG വിദ്യാർത്ഥിയാണ് എയ്ബൽ. കൊടകരയിൽ ഒറ്റയാൾ സമരം നടത്തിയത് ശ്രദ്ധേയമായി. നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കുറയ്ക്കുക, വൈദ്യുതി ചാർജ് കുറയ്ക്കുക, വൈദ്യുതി ബില്ല് എല്ലാ മാസവും അടയ്ക്കാൻ അനുവദിക്കുക, ഓടകൾ ശുചിയാക്കി കൊടകരയിൽ വരുന്ന ജനങ്ങൾക്ക് ശുദ്ധവായു ശ്വസിക്കാൻ അനുവദിക്കുക, ലഹരി എന്ന മഹാവിപത്തിനെതിരെ ശക്തമായി ഇടപെടുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തിയത്. കൊടകര കൊപ്രക്കളം സ്വദേശി വാഴോട്ടുകുഴി വീട്ടിൽ സതീഷാണ് സമരം നടത്തിയത്. ഇവിടെ ഞാൻ 2024 ഡിസംബർ മാസം ആദ്യം തന്നെ 6-ാം തീയതിയാണ്. ഡിസംബർ 6-ാം തീയതി ഇവിടുത്തെ ഈ കൊടകര സെൻറ്ററിൽ ഉള്ള കാനകൾ വെടുപ്പാക്കാൻ വേണ്ടി 100 ആൾക്കാരുടെ ഒപ്പ് ശേഖരിച്ച് ഈ പഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ പുതുക്കാട് PW ഓഫീസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ചാലക്കുടി MLA ഓഫീസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവരാരും ഇതുവരെയ്ക്കും ഒന്നും നോക്കിയിട്ടില്ല. ഇതിനിടയ്ക്ക് ഒരു ദിവസം ഇവിടെ ഹെൽത്തിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് നോക്കിപ്പോയതല്ലാണ്ട്, അത് ആ ഡിസംബർ മാസമാണ്, നോക്കിപ്പോയതല്ലാണ്ട് പിന്നെ ഇതുവരെയ്ക്ക് അവർ വിളിക്കുക അവർ വന്നതില്ല. ഞാൻ അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്തേക്ക് വിളിച്ചു. അവിടെ നിന്ന് വിളിച്ചപ്പോൾ അവിടെ നിന്ന് ഇവർക്ക് വിളിയൊന്നു, ഇവർ എന്നെ വിളിച്ചു ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്തോന്ന് ചോദിച്ചു. ഉവ്വെന്ന് പറഞ്ഞു. അത്ര തന്നെ, പിന്നെ ഒന്നുമില്ല. ഇപ്പം മാസം 5 പോകണം. വെള്ളിയാഴ്ച രാവിലെ 10 മണിയോടെ ചെണ്ടകൊട്ടിയും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ഫ്ലക്സ് ദേഹത്ത് കെട്ടിവെച്ചുമാണ് കൊടകര ജംഗ്ഷനിൽ സമരം ചെയ്തത്.
മത്സ്യസമ്പത്തിന്റെ വികസനവും തീര സംരക്ഷണവും ലക്ഷ്യമിട്ട് കടലും കടൽത്തീരവും പ്ലാസ്റ്റിക് വിമുക്തമാക്കി സ്വാഭാവിക ആവാസ വ്യവസ്ഥ വീണ്ടെടുക്കുന്നതിനായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ശുചിത്വ സാഗരം സുന്ദരതീരം പദ്ധതിയുടെ രണ്ടാംഘട്ട ഏകദിന പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞം ജില്ലയിൽ തുടങ്ങി. മതിലകം പൊക്ലായി ബീച്ചിൽ നടന്ന ജില്ലാതല ഉദ്ഘാടനം ഇ.ടി. ടൈസൺ മാസ്റ്റർ എം.എൽ.എ. നിർവഹിച്ചു. സംസ്ഥാനം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നായ മാലിന്യ സംസ്കരണത്തിന് യോജിപ്പോടെയുള്ള മറുപടിയാണ് ശുചിത്വ സാഗരം സുന്ദരതീരം പദ്ധതിയെന്ന് എം.എൽ.എ. ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. മാലിന്യത്തിൽ തന്നെ പ്ലാസ്റ്റിക്കിന്റെ തോത് കൂടി വരുന്നതായും മുലപ്പാലിൽ വരെ പ്ലാസ്റ്റിക്കിന്റെ അംശം കണ്ടെത്തിയതായും പഠനങ്ങൾ തെളിയിക്കുന്നു. മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞ് പുഴകളും തോടുകളും കുപ്പത്തൊട്ടിയാക്കുന്ന പ്രവണതയെ ഒരുമിച്ച് നേരിടണം. പ്ലാസ്റ്റിക്കിന്റെ പുനരുപയോഗ സാധ്യതകൾ കണ്ടെത്തി മാലിന്യ സംസ്കരണം കൂടുതൽ കാര്യക്ഷമമാക്കണമെന്നും എം.എൽ.എ. കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്തെ പ്രധാന ആകർഷണ കേന്ദ്രങ്ങളിലൊന്നായ കടൽത്തീര പ്രദേശങ്ങളെ ശുചിത്വത്തോടെ പരിപാലിക്കാൻ കഴിയണമെന്നും ഇതിലൂടെ സഞ്ചാരികളെ ആകർഷിച്ച് നാടിന് സാമ്പത്തിക പുരോഗതി കൈവരിക്കാനാകുമെന്നും മുഖ്യാതിഥിയായ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പറഞ്ഞു. മത്സ്യത്തൊഴിലാളികൾ, ബോട്ട് ഉടമകൾ, സന്നദ്ധ സംഘടനകൾ, രാഷ്ട്രീയ പ്രവർത്തകർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ശുചിത്വ മിഷൻ, ക്ലീൻ കേരള കമ്പനി, സാഫ്, വിവിധ സർക്കാർ വകുപ്പുകൾ, ഏജൻസികൾ, യുവജന സംഘടനകൾ തുടങ്ങിയ ജനവിഭാഗങ്ങളുടെ സഹകരണത്തോടെയാണ് യജ്ഞം പൂർത്തീകരിച്ചത്. സാമ്പത്തിക ശാസ്ത്രത്തിൽ PhD നേടിയ ടി.ഡി. അശ്വനി, നാഷണൽ റോളർ സ്കേറ്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച C.S. അമയ എന്നിവരെ ആദരിച്ചു. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കമ്മീഷണർ H. സലീം, എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T.K. ചന്ദ്രബാബു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രേമാനന്ദൻ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഓഫ് ജയസിന്ധു എന്നിവരും സംസാരിച്ചു. വൃത്തിയാക്കണം. കടൽ തീരം മാത്രം പോരാ, കടലിനുള്ളിലേക്കുള്ള നമ്മുടെ വലിച്ചെറിയലും അതിന് പഴയ പോലെ നോക്കണം, ഒക്കെ ഒന്ന് മാറ്റി ഏറ്റവും നന്നായി സംരക്ഷിക്കാനുള്ള പ്രവർത്തനത്തിന് ഈ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കുന്നു എന്നുള്ള സന്തോഷം. ഡ്രൈവ്സ് ഇടയ്ക്കിടയ്ക്ക് നടത്താറുണ്ട്. അല്ലാതെ തന്നെ മറ്റ് സന്നദ്ധ സംഘടനകളും എല്ലാവരും കൂടെ ചേർന്നിട്ടും ഇടയ്ക്ക് നടത്താറുണ്ട്. എന്തായാലും ഈ ഒരു ക്ലീനിങ് ഡ്രൈവിലൂടെ നമ്മുടെ ഒരു ജില്ലേൻ്റെ കോസ്റ്റൽ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ഒരു ക്ലീൻ ആയിട്ട് മാറട്ടെ. അതിന്റെ കൂടെ ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടോർ ഡ്രൈവേഴ്സ് യൂണിയൻ CITU കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ക്യാമ്പും അംഗത്വ വിതരണവും നടത്തി. CPIM കൊടകര സൌത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നടത്തിയ പരിപാടി CITU കൊടകര ഏരിയ സെക്രട്ടറി PR പ്രസാദൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ഏരിയ സെക്രട്ടറി PC ഉമേഷ് അധ്യക്ഷത വഹിച്ചു. ക്ഷേമനിധി ബോർഡ് ജൂനിയർ സൂപ്രണ്ട് രഘു മേനോൻ ക്ലാസ് എടുത്തു. യൂണിയൻ ഏരിയ കമ്മിറ്റി അംഗം ശിവൻ, യൂണിയൻ ഏരിയ കമ്മിറ്റി അംഗം PC ലജീഷ് എന്നിവർ സംസാരിച്ചു. തൊഴിലാളികൾക്കൊപ്പം നിൽക്കുന്ന സംഘടനയാണ്. തൊഴിലാളികളുടെ ജീവിത സുരക്ഷിതത്വം ഉറപ്പുവരുത്തി അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ കൊണ്ടുവന്ന് മാന്യമായി ജീവിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരം സൃഷ്ടിക്കുക, അതാണ് CITU ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ ഈ ഇവിടെ നിങ്ങളെ വിളിച്ചു ചേർത്തുകൊണ്ട് നിങ്ങളെ ക്ഷേമനിധി അംഗങ്ങളാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമം. വന്യജീവി ആക്രമണത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കുന്ന അനാസ്ഥയ്ക്കെതിരെ UDF പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. UDF കൺവീനർ സോമൻ മുത്രത്തിക്കര അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ, ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ, KJ ജോജു, MK രാജേഷ് കുമാർ, ഷാഫി കല്ലൂപ്പറമ്പിൽ, രാജു തളിയപ്പറമ്പിൽ, സിജോ ഇടപ്പള്ളി, TD വാസുദേവൻ, M ശ്രീകുമാർ, രാമൻകുട്ടി മാസ്റ്റർ, മോളി തോമസ്, അമ്പിളി ഹരി, വർഗീസ് തെക്കേത്തല, ആലി കിളിയമണ്ണിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. രഞ്ജിത്ത് കൈപ്പിള്ളി, ഷാജു പൂക്കോടൻ, KA ഹനീഫ, സിജിൽ ചന്ദ്രൻ, സായുധ് സുരേന്ദ്രൻ, ഉല്ലാസ് ബാബു, രാജൻ രാപ്പാൾ, ബിജു മുത്രത്തിക്കര, ജോയ് വല്ലച്ചിറക്കാരൻ, MA അനീഷ് കുമാർ, തോമസ് കാവുങ്ങൽ, തങ്കമണി മോഹനൻ, കുട്ടൻ പുളിക്കലാൻ, നൈജോ ആന്റോ, ലിനോ മൈക്കിൾ, ജിജു കീറ്റിക്കർ എന്നിവർ നേതൃത്വം നൽകി. എന്നാൽ നാട് ഭരിക്കുന്ന പിണറായി വിജയനെ സംബന്ധിച്ച്, നേതൃത്വം കൊടുക്കുന്ന മാസിന്റെ പാർട്ടിയെ സംബന്ധിച്ച്, കേരളത്തിലെ ഈ സർക്കാരിനെ സംബന്ധിച്ച് ജനോപകാരപ്രദമായ ഏതെങ്കിലും ഒരു പദ്ധതിയെ കുറിച്ച് പറയാൻ സാധിക്കുമോ? ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ജനങ്ങൾ എങ്ങനെ ജീവിച്ചാലും, എത്ര ദുരന്തങ്ങൾ ഉണ്ടായാലും, എത്രയേറെ ആളുകൾ മരിച്ചുപോയാലും, എത്രയേറെ അത് കൃഷിയിടങ്ങളിൽ വന്ന് നശിപ്പിക്കുന്ന വന്യമൃഗങ്ങളെ നേരിടാൻ, വെടിവെക്കാൻ ഉള്ള അവകാശം കർഷകന് കൊടുക്കുന്നു എന്നുള്ളതാണ്. നമ്മളിത് കേൾക്കുമ്പോൾ വിചാരിക്കും കർഷകന് നേരിട്ട് പോയി തന്റെ കൃഷിയിടങ്ങളിലേക്ക് വരുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാനുള്ള അധികാരമാണ് ഈ ഗവൺമെന്റ് കൊടുത്തിരിക്കുന്നത്, കർഷകൻ രക്ഷപ്പെട്ടല്ലോ എന്ന്.
അതിരപ്പള്ളി പിള്ളപ്പാറയിൽ കാട്ടാന ഓട്ടോറിക്ഷ തകർത്തു. മാപ്രാണത്തുകാരൻ ജോഷിയുടെ ഓട്ടോറിക്ഷയാണ് തകർത്തത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. പിള്ളപ്പാറ റേഷൻ കടയ്ക്ക് മുന്നിൽ നിർത്തിയിട്ട ഓട്ടോറിക്ഷയാണ് കാടിറങ്ങിയ കാട്ടാന തകർത്തത്. വാഹനത്തിന്റെ റെക്സനുകൾ കുത്തിക്കീറി കമ്പികൾ മുഴുവൻ വളച്ച് നശിപ്പിച്ച നിലയിലായിരുന്നു. രാവിലെ പ്രദേശവാസികളാണ് ഓട്ടോറിക്ഷ തകർത്ത നിലയിൽ കണ്ടത്. രാത്രി 12 മണി സമയത്ത് വന്ന് ഓട്ടോ റോഡുകൂടിയാക്കി റേഷൻ കടയിലേക്ക് വന്ന് ആനയാണ് തടസ്സമായിപ്പോൾ ആന ഓട്ടോ സംഭവം. ഡെയിലി ആന വരുന്നുണ്ട് ഇവിടെ. വാഹനത്തമ്മ ആദ്യമായിട്ടാണ്. തൃശൂർ ജില്ലയിലെ UP മലയാളം ഭാഷാധ്യാപക കൂട്ടായ്മയായ മാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ 35 വർഷത്തെ സർവീസിൽ നിന്ന് വിരമിക്കുന്ന MC സുനിൽകുമാർ മാസ്റ്റർക്ക് യാത്രയയപ്പ് നൽകി. ഡയറ്റ് പ്രിൻസിപ്പാൾ ശ്രീജ D ഉപഹാര സമർപ്പണം നടത്തി. അധ്യാപകരായ ബിജിൻ TK, രൂപേഷ് VR, ദീപ PV, രാധാകൃഷ്ണൻ, ശ്രീബ എന്നിവർ സംസാരിച്ചു. ഇനി വരും കാലങ്ങളിൽ അതൊക്കെ വലിയ പ്രസക്തി ഉണ്ട്. ഇനി വേണം ശരിക്കും ഡിപ്പാർട്ട്മെന്റ് തന്നെ ഈ പറയുന്ന പദ്ധതികളൊക്കെ നടത്തിക്കൊണ്ട് വരുമ്പോൾ അധ്യാപക കൂട്ടായ്മകൾക്ക് ശരിക്കും റോളുണ്ട്. ഞാനിപ്പോൾ അങ്ങനെ ആലോചിക്കുകയാണ്. പല പല സബ്ജക്റ്റിന്റെ അധ്യാപക കൂട്ടായ്മകളെ നമുക്ക് ശരിക്കും പ്രയോജനപ്പെടുത്താം. അത് ഏറ്റവും നല്ല ആളുകളാണ് അതിനകത്തുള്ളത്. വേറെ നാരായണ മാഷ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കഴിഞ്ഞ മുൻപത്തെ മലർന്ന ടെക്സ്റ്റ് ബുക്ക് ഉള്ള ടെക്സ്റ്റ് ബുക്കിലൊക്കെ നാരായണ മാഷ് ഉണ്ട്. നാരായണ മാഷ് റിട്ടയർ ചെയ്തിട്ട് കഴിഞ്ഞ വർഷം അദ്ദേഹം മരിച്ചുപോയി. പക്ഷെ അദ്ദേഹത്തിന്റെ ടെക്സ്റ്റ് ബുക്ക് എല്ലാ ടെക്സ്റ്റ് ബുക്കിലും വ്യാകരണം എന്ന ഭാഗത്തിന് ഒരാളുണ്ടായിരുന്നെങ്കിൽ റിട്ടയർ ചെയ്തിട്ടും പാഠ്യപദ്ധതി പരിഷ്കരണ സമയത്ത് ഒരാളുണ്ട്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മതിലകം പുളിഞ്ചോട് അയ്യങ്കാളി റോഡിൽ നടത്തിയ പരിശോധനയിൽ MDMAയുമായി യുവാവ് പിടിയിൽ. പടിയൂർ മലയാമ്പള്ളം വീട്ടിൽ മുഹമ്മദ് ബഷീറാണ് MDMA സഹിതം പിടിയിലായത്. മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നുവെന്ന രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് തൃശൂർ റൂറൽ ജില്ലാ ഡാൻസ് ഓഫ് ടീം മതിലകം പോലീസ് സ്റ്റേഷൻ സംഘവും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ബഷീർ സഞ്ചരിച്ച മോട്ടോർ സൈക്കിളിനെ പിന്തുടർന്ന് പ്രതിയെ തടയുകയും തുടർന്ന് നടത്തിയ ദേഹപരിശോധനയിൽ ജീൻസ് പാന്റ്സിന്റെ പോക്കറ്റിൽ നിന്ന് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിൽ MDMA കണ്ടെടുത്തത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മതിലകം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ MK ഷാജി, സബ് ഇൻസ്പെക്ടർ രമ്യ കാർത്തികേയൻ, പ്രൊബേഷൻ സബ് ഇൻസ്പെക്ടർ അനു ജോസ്, ASI പ്രജീഷ്, സിവിൽ പോലീസ് ഓഫീസർ അജീഷ്, തൃശൂർ റൂറൽ ജില്ലാ ഡാൻസ് ഓഫ് അംഗങ്ങളായ സബ് ഇൻസ്പെക്ടർ പ്രദീപ്, ASI ലിജു, സിവിൽ പോലീസ് ഓഫീസർമാരായ ബിജു, നിഷാന്ത് എന്നിവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8,745 രൂപ, പവന് 69,960 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാള കുഴൂരിൽ ലൈംഗികാതിക്രമം എതിർത്ത കുട്ടിയെ കൊലപ്പെടുത്തിയ 20 വയസ്സുകാരനെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കൊടകരയിൽ ഒറ്റയാൾ സമരം നടത്തിയത് ശ്രദ്ധേയമായി. ശുചിത്വ സാഗരം സുന്ദര തീരം പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞം തുടങ്ങി.
മോട്ടോർ ഡ്രൈവേഴ്സ് യൂണിയൻ CITU കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ക്യാമ്പും അംഗത്വ വിതരണവും നടത്തി. അതിരപ്പള്ളി പിള്ളപ്പാറയിൽ കാട്ടാന ഓട്ടോറിക്ഷ തകർത്തു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.